ഷുഹൈബ് വധക്കേസിൽ ആകാശ് തില്ലങ്കേരിയുടെ ജാമ്യം റദ്ദാക്കാൻ പോലീസ് കോടതിയെ സമീപിച്ചു. ആകാശ് തില്ലങ്കേരി ജാമ്യവ്യവസ്ഥ ലംഘിച്ചതിനെ തുടർന്നാണ് നടപടി. മറ്റൊരു കേസിലും ഉൾപ്പെടരുത് എന്ന ജാമ്യവ്യവസ്ഥയിലാണ് ഷുഹൈബ് വധക്കേസിൽ ആകാശ് ജാമ്യത്തിൽ കഴിഞ്ഞത്. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, ആകാശിനെതിരെ എങ്ങനെയാണ് ഇപ്പോൾ പോലീസിന്റെ നീക്കം കോടതിയിൽ? ആകാശ് തില്ലങ്കേരിയുടെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രോസിക്യൂഷനാണ് തലശ്ശേരിയിലുള്ള കണ്ണൂർ ജില്ലാ സെഷൻസ് കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. മട്ടന്നൂർ പോലീസിന്റെ ആവശ്യപ്രകാരമാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ K. അജിത്കുമാർ ഇത് സംബന്ധിച്ച ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. 2019 ഏപ്രിൽ 24 ഹൈക്കോടതി ആകാശിന് ജാമ്യം അനുവദിച്ചത് കർശന ഉപാധികളോടെ ആയിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഉപാധി എന്ന് പറയുന്നത് മറ്റ് ക്രിമിനൽ കേസുകളിൽ പ്രതിയാകരുതെന്ന ഒരു നിർദ്ദേശമായിരുന്നു അതിലുണ്ടായിരുന്നത്. എന്നാൽ സമീപകാലത്ത് കണ്ണൂർ മുഴക്കുന്ന് പോലീസ് സ്റ്റേഷനിലും മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിലുമായി ആകാശ് തില്ലങ്കേരിക്കെതിരെ 2 കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. അത് പ്രധാനമായും മുഴക്കുന്ന് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസ് എന്ന് പറയുന്നത് DYFI വനിതാ പ്രവർത്തകയെ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വ്യക്തിഹത്യ നടത്തി എന്ന തരത്തിലുള്ള ഒരു കേസായിരുന്നു. ഈ സംഭവത്തിൽ ആകാശ് തില്ലങ്കേരിയുടെ കൂട്ടാളികളായ ജിജോ തില്ലങ്കേരിയെയും ഒപ്പം ജയപ്രകാശ് തില്ലങ്കേരിയെയും മുഴക്കുന്ന് CIയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ഇവരെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ മട്ടന്നൂർ കോടതിയിൽ ആകാശ് തില്ലങ്കേരി കീഴടങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ കേസിൽ 3 പേർക്കും കോടതി ജാമ്യം അനുവദിക്കുകയും ചെയ്തിരുന്നു. മറ്റൊരു കേസ് DYFIയുടെ മട്ടന്നൂർ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറിയായ വിനീഷ് ചേലേരിയെ വധിക്കുമെന്ന ഫേസ്ബുക്കിലൂടെ ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ്. ഇത് മട്ടന്നൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഇത് സംബന്ധിച്ച കേസ് നിലനിൽക്കുന്നത്. ഇതിൽ സ്റ്റേഷനിൽ ഹാജരായ ആകാശ് തില്ലങ്കേരിക്ക് നേരത്തെ പോലീസ് സ്റ്റേഷൻ ജാമ്യം അനുവദിക്കുന്ന സ്ഥിതിയുമുണ്ടായിരുന്നു. ഈ 2 പോലീസ് സ്റ്റേഷനുകളിലും ഉള്ള കേസ് നിലവിൽ വന്നതോടുകൂടി അത് ജാമ്യ വ്യവസ്ഥയുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് പ്രോസിക്യൂഷൻ വഴി പബ്ലിക് പ്രോസിക്യൂഷൻ വഴി ഇപ്പോൾ കോടതിയിൽ ജാമ്യം റദ്ദാക്കണമെന്ന ഒരു ആവശ്യം ഉന്നയിച്ചത്. ഇത് സർക്കാർ ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് നടന്നതിന്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ആകാശ് തില്ലങ്കേരി ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം ആകാശ് തില്ലങ്കേരിയും കൂട്ടാളികളുമെല്ലാം തന്നെ CPMനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ നിരവധി ഫേസ്ബുക്ക് പോസ്റ്റുകളും സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് നിരവധി കമന്റുകളും ഇടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു നീക്കം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ഷുഹൈബ് വധക്കേസിൽ പ്രതിയാകും മുൻപ് തന്നെ മറ്റൊരു കൊലക്കേസിൽ കൂടി ആകാശ് തില്ലങ്കേരി പ്രതിയാണ്. പിന്നെ കൂടാതെ വിവിധ കേസുകളിലായി വിവിധ സ്റ്റേഷനുകളിലായി 10ഓളം കേസുകളും ആകാശ് തില്ലങ്കേരിക്ക് എതിരെയുണ്ട്. ഈ സാഹചര്യത്തിലാണ് ആകാശ് തില്ലങ്കേരിയുടെ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യവുമായി സർക്കാർ ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഫിജി. ശരി, റിയാസ് KMR റിപ്പോർട്ട് ചെയ്യുന്നു. ആകാശ് തില്ലങ്കേരിയുടെ ജാമ്യം റദ്ദാക്കാൻ പോലീസ് കോടതിയിൽ